കഴിഞ്ഞ കുറച്ചു ദിവസമായി ഗവർണർക്കെതിരെ സമരം ചെയ്യുന്ന SFIയുടെ പ്രവർത്തകരെ പരിഹസിച്ച് മാത്രം ചാനലുകളുടെ മുൻപിലെത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തോഷത്തിനും പുഞ്ചിരിക്കും ഒരവസാനം വരാൻ പോകുന്നു എന്ന നിലയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു പരാതി പോലീസിൽ നൽകിയിരിക്കുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. IPC 465, 468, 471 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പോലീസ് സ്വമേധയായി എടുത്തതോ മറ്റേതെങ്കിലും വ്യക്തികളുടെ പരാതിയിൽ എടുത്ത കേസോ അല്ല. പകരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നേരിട്ട് ഇടപെടാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വഴിത്തിരിവായി എടുത്തു പറയേണ്ടത്. നിലവിൽ തന്നെ ഈ കേസിൽ ഒന്നിലധികം FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് താൻ ഈ ആപ്പ് ഉപയോഗിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ, ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചതുമാണ്. അതിനെല്ലാം പുറമെ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അറസ്റ്റിലായപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന കാർ ഇതേ വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചവരും അതിൻ്റെ നേതാവും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് പകൽ പോലെ വ്യക്തമായതാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തവണ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചിടിപ്പ് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം അത്ര ഗുരുതരമായൊരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പരാതി പോലീസിൽ നൽകിയിരിക്കുകയാണ് ഈ കേസിൽ. കാര്യം വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജ്യദ്രോഹത്തിന് സമാനമായ ഒരു കുറ്റകൃത്യമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും തമ്മിലടിയുടെ ഫലമായാണ് ഈ കുറ്റകൃത്യം പുറത്തു വന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് ആയിരുന്നു ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ആപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച് വലിയ തോതിൽ വോട്ട് ചെയ്ത് വിജയം സ്വന്തമാക്കിയത് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു രംഗത്ത് വന്നത്. ആ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്, 1.25 ലക്ഷത്തോളം, ഒന്നും രണ്ടുമല്ല 1.25 ലക്ഷത്തോളം വ്യാജ വോട്ടുകളാണ് ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് ഇവർ ചെയ്തത് എന്നതായിരുന്നു ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചത് ഈ വ്യാജ വോട്ടിന്റെ ബലത്തിലാണ് എന്നുകൂടി അവർ പറയുന്നു. മൂന്നാമത്തെ ഏറ്റവും ഗുരുതരമായ ആരോപണം, അവർ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരുന്നത് ബംഗളൂരു ആസ്ഥാനമായ ഒരു PR ഏജൻസിയാണ് ഇവരെ ഇതിന് സഹായിച്ചിരിക്കുന്നത് എന്ന്. നമുക്കറിയാം, സുനിൽ കനകുലു എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഒരു ബംഗളൂരു ആസ്ഥാനമായ PR ഏജൻസി നിലവിൽ തന്നെ കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ച കാര്യമാണ്. ആ PR ഏജൻസി തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനും ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എന്നത്, ഈ വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ പിന്നിലും അവരുടെ കരങ്ങൾ തന്നെയാണോ എന്നതും ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ഗുരുതര ആരോപണങ്ങളിൽ ചിലത് മാത്രമായി. അതിൽ മറ്റൊന്ന് പറയുന്നത് പണത്തെക്കുറിച്ചായി. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് വലിയ ചെലവേറിയ പ്രക്രിയയായിരുന്നു. ഒരു വോട്ടിന് 50 രൂപ എന്ന് പറയുമ്പോൾ 1 ലക്ഷം വോട്ടിന് 50 ലക്ഷം രൂപ. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ അസാധുവായ വോട്ട് തന്നെ 2 ലക്ഷത്തിന് മേലെയുണ്ട്. അതായത് 1 കോടി രൂപയുടെ വോട്ടുകളാണ് അസാധുവായി മാത്രം കിടക്കുന്നത്.
അപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവ് വന്ന ഒരു പ്രക്രിയയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ OICC അടൂർ എന്ന ആരും പേര് കേട്ടിട്ടില്ലാത്ത സംഘടനയുടെ പേരിൽ നടത്തിയ വിദേശയാത്ര വലിയ ചർച്ചയായത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ ഗുരുതര ആരോപണങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് എത്രത്തോളം ഉയരുമെന്ന കാര്യം മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്.